11 വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കി കുമളിയിലുണ്ടായ ഒരു സംഭവമാണ്. ഷെഫീഖ് എന്ന് പറയുന്ന 5 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി ഇന്ന് കോടതിയിൽ നിന്ന് വരാൻ പോവുകയാണ്. അപ്പോൾ ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അലീഷ എന്നിവരാണ് ഈ കേസിലെ 1ഉം 2ഉം പ്രതികൾ. തൊടുപുഴ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. കൊടും ക്രൂരതകൾക്കിരയായ 5 വയസ്സുകാരൻ ഷെഫീഖിനെ 2013 ജൂലൈ 15 കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചത്. പട്ടിണി കിടന്ന് എല്ലും തോലുമായ ശരീരം. ഓടിക്കളിച്ചപ്പോൾ വീണു പരിക്കേറ്റെന്നാണ് പിതാവ് ഷെരീഫ് ഡോക്ടറോട് പറഞ്ഞത്. ഷെഫീഖിന് മർദ്ദനമേറ്റെന്ന ഒറ്റനോട്ടത്തിൽ ഡോക്ടർക്ക് മനസ്സിലായതോടെ മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത പുറം ലോകമറിഞ്ഞു. തലച്ചോറിന്റെ പ്രവർത്തനം 75% നിലച്ചതും തുടർച്ചയായി ഉണ്ടായ അപസ്മാരവും ഷെഫീഖിന്റെ നില ഗുരുതരമാക്കി. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കു ശേഷം ജീവൻ തിരിച്ചുപിടിച്ചു. എന്നാൽ തലച്ചോറിനേറ്റ പരിക്ക് കുട്ടിയുടെ മാനസിക വളർച്ചയെ ബാധിച്ചു. കുമളി പോലീസ് 2013 രജിസ്റ്റർ ചെയ്ത കേസിൽ 2022 വാദം തുടങ്ങി. ചികിത്സാ പിഴവാണ് കുട്ടിയുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും സാഹചര്യ തെളിവുകളും മെഡിക്കൽ റിപ്പോർട്ടും നിർണായകമായി. വധശ്രമം, ക്രൂരമർദ്ദനം, പൊള്ളലേൽപ്പിക്കൽ തുടങ്ങി 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഷെഫീഖിനെയും സർക്കാർ നിയമിച്ച ആയ രാഗിണിയെയും 2014 തൊടുപുഴ അൽ അഹ്സർ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആയ രാഗിണി. 24 ഇടുക്കി.